Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. തൊഴിലുറപ്പ് പദ്ധതി നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട NREGS വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ എടവണ്ണ പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനം ഒട്ടാകെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നഗരസഭകളിലും ഇന്ന് തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയാകെ സംരക്ഷിക്കാൻ നിലനിർത്താൻ ഒന്നിച്ചൊന്നായി പോരാടാം. ജോലി കൂലി വ്യവസ്ഥയ്ക്കെതിരെ അന്യം നിന്നൊരു കാലത്ത് ഇടതുപക്ഷം പരിധി നേടിയ തൊഴിലുറപ്പിന്റെ അവകാശം തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക, അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക, പ്രതിദിന കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാക്കുക, അപ്രായോഗികമായ NMMS ജിയോ ടാഗ് എന്നിവ പിൻവലിക്കുക, യഥാസമയം കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭ്യമാക്കുക, സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബഡ്ജറ്റ് അനുവദിക്കുക, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക, കൂടുതൽ തുക അനുവദിക്കുക, ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് തൊഴിലാളികളുടെ പ്രതിഷേധം. എടവണ്ണയിൽ DYFA വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളോടും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയോടും തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിനകത്തെ എല്ലാ പഞ്ചായത്തുകളിലും കേന്ദ്ര ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്നാമത് മോദി ഗവൺമെന്റ് വന്നപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ രണ്ടാം മോദി ഗവൺമെന്റ് നവലിബറൽ നയങ്ങൾ തീവ്രമായി നടപ്പിലാക്കി രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ വലിയ തോതിൽ അവർക്ക് നികുതി ഇളവുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ രാജ്യത്തെ കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയം മറന്ന് ഇന്ത്യയുടെ ഭരണ കേന്ദ്രമായിട്ടുള്ള ഡൽഹിയിൽ വലിയ സമരങ്ങൾ നടത്തിയതാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരും കർഷക തൊഴിലാളികളും പാർലമെന്റിലേക്ക് വലിയ സമരം സംഘടിപ്പിച്ചതാണ്. തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങൾ നീണ്ടുനിന്ന സമരങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും മൂന്നാമത് മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ തികച്ചും തൊഴിലാളി വിരുദ്ധമായ സമീപനവുമായി വീണ്ടും തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ രാജ്യത്തിനകത്ത് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ BJP മുമ്പ് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോ തട്ടിക്കൂട്ടി ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിച്ചെങ്കിലും തങ്ങൾ പിന്തുടർന്നു പോന്നിട്ടുള്ള ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് സീറ്റ് കുറഞ്ഞത് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ സമീപനവുമായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കർഷക തൊഴിലാളികൾ യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം മോഹൻദാസ്, എടവണ്ണ പഞ്ചായത്ത് മെമ്പർമാരായ ജിജിന ഉണ്ണികൃഷ്ണൻ, കെ സാജിദ, NREGS പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ, യശോദ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നത്തെ UPA ഗവൺമെന്റ് തുടക്കം കുറിച്ച തൊഴിലുറപ്പ് പദ്ധതി
ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഗവൺമെന്റിന്, UPA ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സമയത്ത് 2005 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള UPA ഗവൺമെന്റിന് ഇടതുപക്ഷ MP-മാർ, അന്ന് 64ഓളം വരുന്ന പാർലമെന്റിനകത്തുണ്ടായിരുന്ന ഇടതുപക്ഷ MP-മാർ പിന്തുണ നൽകാമെന്നും അങ്ങനെ ആ പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം വെച്ചിട്ടുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തോളം കാലമായി വിവിധ ഘട്ടങ്ങളിൽ ഈ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കാതെ ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. Zara Gold Diamonds and Platinum CPA Complex CPA Junction എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ, എടവണ്ണ.